ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നിവിടെ മത്തലശ്ശേരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാനൊരു മീഡിയം സൈസ് മത്തയും അതിലേക്ക് 250 ഗ്രാം വൻപയറും ചേർത്ത് ഇത് കുക്കറിലേക്ക് ഇട്ട് അതിലേക്ക് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും 1.5 കപ്പ് വെള്ളം 2 വെളുത്തുള്ളിയും ചേർത്ത് ഒരു 5 വിസിൽ അടിച്ചെടുക്കാവുന്നതാണ്. ഈ സമയം കൊണ്ട് നമുക്കതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഡെസിഗ്നേറ്റഡ് കോക്കനട്ട് പൗഡറാണ് എടുത്തിട്ടുള്ളത്. അരമുറി തേങ്ങ എടുത്താലും മതി. അതിലേക്ക് ഒരു വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ നല്ല ജീരകം, ഒരു പച്ചമുളക് ഇവയെല്ലാം ചേർത്ത് നന്നായിട്ട് ചതച്ചെടുക്കുക. ഇതാ നമ്മൾ വെന്ത് വന്നിട്ടുള്ള മത്തയിലേക്ക് നമ്മൾ ചതച്ചെടുത്തിട്ടുള്ള ഈ അരപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അരപ്പിട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാവുന്നതാണ്. ഇപ്പോൾ ഇതാ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് വറവിട്ടെടുക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. ആ പാൻ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് 1 ടീസ്പൂൺ കടുകും കറിവേപ്പിലയും 2 ഉണക്കമുളക് ചതച്ചതും കൂടി ചേർത്ത് നമുക്ക് വേവിച്ച് വെച്ച മത്തയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതേ സെയിം പാനിൽ തന്നെ നമ്മൾ 2 ടീസ്പൂൺ തേങ്ങയിട്ട് അതൊരു ബ്രൗൺ ഷെയ്ഡ് ആവുന്നത് വരെ വറുത്ത് കൊടുത്തിട്ട് ബ്രൗൺ ഷെയ്ഡ് ആയാലും നമ്മുടെ മത്ത എലിശ്ശേരിയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.